നിരപരാധിയും അടികൊണ്ടിട്ടും ഒരു തുള്ളി ചോര കാണാനില്ലല്ലോ. ചോരയെല്ലാം ഉള്ളിൽ കിടന്ന് ഉറച്ചു പോയി. ഇപ്പൊ ചോരോ അതിന് ശേഷമായി നടക്ക ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസവും കാണിക്കാവുന്നു. പ്രസിഡന്റ് അദ്ദേഹം ആരോടാ ദേഷ്യപ്പെടുന്നത്? എന്തുണ്ടായി? കണ്ണു വന്ന് നോക്കണം. ഇനി അവന് വേറെ ജീവിക്കാൻ ഒക്കൂ. അതെ അതെ, മധുവെന്നെ അടിച്ച് ചളിയിലിട്ട് കേശവൻ സമയത്ത് വന്നില്ലെങ്കിൽ അവനെന്നെ കൊന്നല്ലേ. കേസ് ചാർജ് ചെയ്താൽ കേശവൻ സാക്ഷി പറയുമോ? കേശവൻ സാക്ഷി പറയുമോ? പറയാം സാർ. കുട്ടമ്പിള്ളേ, എന്തോ ആ മധു എവിടെ ഉണ്ടെങ്കിലും ഉടനെ പിടിച്ചിവിടെ കൊണ്ടുവരണം. അമ്മേ. യെസ് സാർ. മധുവിനെ ഏമാൻ വിളിക്കുന്നു. എന്തിന്? അത് സ്റ്റേഷന് വരുമ്പോ അറിയാം. തൽക്കാലം സൗകര്യപ്പെടില്ല. ഏമാൻ എന്നോട് അത്ര വലിയ താല്പര്യമാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ ഏമാൻ എന്തിനു നിൽക്കുന്നു? ഇത് കുട്ടമ്പിള്ളയാണ്. പൊക്കിളൊരു കൊളുത്ത് കൊളുത്ത് തൂക്കി എടുത്തോണ്ട് പോകാൻ ഈ കുട്ടമ്പിള്ളക്ക് അറിയാം. നീ ഒന്നും കുട്ടമ്പിള്ളയോടെ കളിക്കുന്നത്. ഏമാന് ഭംഗിയായിട്ട് വീഴാനും അറിയാം. ഏമാനെ ഇതേ പിടിച്ച് എടാ നാണുവേ, വിചാരിച്ച അദ്ദേഹത്തിന് നല്ല തണുപ്പുമാണ്. ഒരു ഗുരു കൊടുക്കും. അങ്ങനെ മടനിട്ട് മുക്കാം. കളിച്ച് കളിച്ച് പോലീസിനോട് കളിച്ചോളൂടാ. നിന്നൊക്കെ കാണിച്ചത് ആരാടാ തെണ്ടിനെ വിളിച്ചേ? അയ്യോ ഓടല്ലേതാ, ഈ മടലൂടെ കൊണ്ടുപോ. ഓടുന്ന ഓട്ടം കണ്ടോ, പാവം. എവിടെയാ? ഞാൻ ചെന്ന് ഇൻസ്പെക്ടർ ഏമാൻ വിളിക്കണമെന്ന് പറഞ്ഞപ്പോ ഏത് പട്ടി വിളിച്ചാലും വരാൻ മനസ്സിലടാ എന്ന് പറഞ്ഞ് മധു എന്റെ കരണക്കുറ്റിക്ക് അടിച്ചു സാർ. ഞാൻ എന്നെ ഉപദ്രവിക്കരുത് എന്ന് കാല് പിടിച്ചു പറഞ്ഞപ്പോ അടിച്ച് ചെളിയിലിട്ട് ഉരുട്ടിക്കളഞ്ഞു സാർ. അവൻ അത്രയ്ക്ക് ധിക്കാരമോ? കോൺസ്റ്റബിൾ, ആ മധുവിനെ എന്റെ മുമ്പിൽ ഉടനെ ഹാജരാക്കൂ. ബുദ്ധിമുട്ടണമെന്നില്ല, ഞാനിതാ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ മധു എന്ന് വിളിക്കുന്ന മധുസൂദനൻ തമ്പി. ഇത് നിങ്ങളുടെ വീടല്ല, പോലീസ് സ്റ്റേഷനാണ്. ഞാനിവിടെ താമസിക്കാൻ വന്നതല്ല. പക്ഷേ നിങ്ങളുടെ പോലീസുകാരെ നിങ്ങൾ മര്യാദ പഠിപ്പിക്കണം. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ തെണ്ടി എന്ന് വിളിച്ചു. എന്റെ പോലീസുകാരെ മര്യാദ പഠിപ്പിക്കാൻ എനിക്കറിയാം. സാറി മധു നിർത്തോ. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? സോറി സർ, സാറിനറിയില്ല. ഈ നിൽക്കുന്ന പപ്പുക്കുറുപ്പ് എന്റെ മുമ്പിൽ വായും പൊത്തി നിന്നിട്ടുള്ളവനാണ്. എനിക്ക് കിട്ടേണ്ട എല്ലാ സ്വത്തും അപഹരിച്ച് പ്രമാണിയായി, പഞ്ചായത്ത് പ്രസിഡന്റായി. ഞാനോ മുകളിൽ ആകാശം, താഴെ ഭൂമി, അങ്ങനെ നടക്കുന്നു. പക്ഷേ എന്റെ ഇച്ചിരി നിന്നവൻ എന്നെ അപമാനിച്ചാൽ ഞാൻ സഹിക്കണോ സാർ? അതുകൊണ്ട് നിങ്ങൾ ഗുണ്ടായുസം കാണിക്കും, പോലീസുകാർ തല്ലും അല്ലേ? എവിടെ അനീതി കണ്ടാലും ഞാൻ എതിർക്കും. ഈ നിൽക്കുന്ന ഭരതൻ അബൂബക്കറിന്റെ വള്ളം പിടിച്ചു കിട്ടാൻ ശ്രമിച്ചു. ഞാൻ എതിർത്തു, ഞാൻ തല്ലി. എവിടെ തെറ്റ് കണ്ടാലും അനീതി കണ്ടാലും ഞാൻ അടിക്കും സാർ. നിങ്ങൾ ആരാണ്? പോലീസ് ഉദ്യോഗസ്ഥനോ അതോ ന്യായാധിപനോ? നിങ്ങളെ ഞാൻ തലയ്ക്ക് നിർത്തുക തന്നെ ചെയ്യും. അത് വെറും തോന്നലാണ്. നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ തല്ല് കൊണ്ടിട്ടില്ല, കൊടുത്തിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്റെ ചൂരൽ പുറത്തു വീണാൽ നിങ്ങളുടെ എല്ലാ അഹങ്കാരവും അസ്തമിക്കും. അഹന്ത പറയാനുള്ളതല്ല, കാണിക്കാനുള്ളതാണ്. ഇതാ നിങ്ങളുടെ ചൂരൽ. നിങ്ങളുടെ കരുത്ത് കാണാമല്ലോ. എന്തേ തളർന്നു പോയോ? ഞാൻ തളർന്നില്ലല്ലോ. കണക്ക് പുറത്ത്
പോകാം. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം. നമ്മൾ തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ നിങ്ങൾ നിയമത്തെപ്പറ്റിയാണ് സംസാരിച്ചത്. പക്ഷെ ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങളും എന്നോട് നീതി പുലർത്തിയില്ല. സലാം. കണ്ടില്ലേ അവന്റെ അഹങ്കാരം? ഇത്രയൊക്കെ തല്ലുകൊണ്ടിട്ടും ഇൻസ്പെക്ടർ അദ്ദേഹത്തോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത്. നിങ്ങൾക്കും പോകാം. എന്താ? നിങ്ങൾക്കും പോകാമെന്ന്. ഇങ്ങോട്ട് വന്നേ. വിടടാ. എനിക്ക് ആരും കാണാന്ന് പറഞ്ഞില്ലേ? മരുന്ന് വെച്ച് കെട്ടിയില്ലെങ്കിൽ പഴുത്തു പോകും. എന്റെ ശരീരം പഴുക്കില്ല. അല്പം ചാരായം ഒഴിച്ചൊന്ന് കഴിയാ മതി. അതുവോ? വരൂ വരൂ വരൂ. ഇവിടെ ഇരിക്കൂ, ഇരിക്കൂ. ആ കള്ളൻ കുറുപ്പ് എന്തൊക്കെയോ നുണ പറഞ്ഞു കൊടുത്തു. ഇൻസ്പെക്ടർ അദ്ദേഹം കണ്ണിച്ചോരയില്ലാതെ തല്ലിക്കളഞ്ഞു. മുറിവുണ്ടെങ്കിൽ ബാൻഡേജ് ചെയ്യണം, അല്ലെങ്കിൽ സെപ്റ്റിക് ആകും. സാരമില്ല, എനിക്ക് ഒട്ടും വേദനയില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ മതിയില്ല. ഉള്ളില്ല. ഷർട്ടടിക്കൂ, അടിക്കൂ. ഈശ്വര, മുഴുവനും പൊട്ടിപ്പോയല്ലോ. എന്റെ നാട് എനിക്കെന്നും തന്നിട്ടുള്ളത് ഇതാണ്. അകത്തും പുറത്തും മുറിവുകൾ മാത്രം. എങ്കിലും ആ ഇൻസ്പെക്ടർ ഇത്ര ക്രൂരത കാണിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ചൂരൽ കൊണ്ടുള്ള തല്ല് സഹിക്കാം. പക്ഷേ ചിലരുടെ വാക്കുകൾ സഹിക്കാനാവുന്നില്ല. ആ ഇൻസ്പെക്ടർ വളരെ ക്രൂരത കാണിച്ചു പോയി. അയാളെ കാണുമ്പോൾ ഞാനിത് പറയുകയും ചെയ്യും. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കുമെന്ന് കേട്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് അറിയാതെയാണ് അച്ഛൻ സംസാരിക്കുന്നത്. രാധെ, പൊട്ടിയൊലിക്കുന്ന ഈ വ്രണങ്ങൾ കണ്ടിട്ടും നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? വേദന എല്ലാവർക്കും ഒരുപോലെയാണെന്ന് വേദനിപ്പിക്കുന്നവർ മനസ്സിലാക്കണം. ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കണം. അങ്ങനെയുള്ളവരോട് സഹതാപം കാട്ടേണ്ട കാര്യമേ ഇല്ല. ഞാനിതുവരെ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ തെറ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ 1000 തെറ്റുകൾ ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് കഴിയും. എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ഇനി ആരെ പേടിക്കണം? മധു, ഒന്ന് നിൽക്കൂ. എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല. രാധെ, നിനക്ക് എന്തു പറ്റി? നീ എന്തൊക്കെയാണ് സംസാരിച്ചത്? എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു. നിനക്കൊന്നും അറിയില്ല. സ്വയം ഒരു കൂടുണ്ടാക്കി നീ നിന്നെ അതിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്റെ അച്ഛൻ പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. ആ സ്കൂളില്ലായിരുന്നെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? അച്ഛൻ ഓർത്തു നോക്കൂ. ആരാണെല്ലാം തകർത്തു കളഞ്ഞത്? ഞാനോ അദ്ദേഹമോ? എന്റെ കൊച്ചമ്പുരാന്റെ മേല് തൊട്ടോടെ ഞാൻ അരിയൂ. വേണ്ട, എനിക്ക് വേണ്ടി ആരും അരിവാൾ എടുക്കണ്ട. കൊച്ചമ്പുരാൻ മരുന്ന് പുരട്ടട്ടെ? എനിക്ക് മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. പുറത്ത് കാണുന്ന മുറിവുകളിൽ ഈ മരുന്ന് പുരട്ടും. പക്ഷേ ഇതിനകത്ത് മുഴുവൻ വ്രണങ്ങളാണ്. അതിലൊക്കെ മരുന്ന് പുരട്ടാൻ എന്നെ കൊണ്ടാവില്ല.